കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്കൊഴിഞ്ഞ ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിവരെ 48,000-ഓളം തീർത്ഥാടകരാണ് എത്തിയത്. അതേസമയം ഈ സീസണിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഇന്നലെ മല കയറിയത് ആകെ 62,000 അയ്യപ്പന്മാരാണ്. ശബരിമലയിൽ തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടെങ്കിലും സുഗമമായ ദർശനം സാധ്യമാകുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് 3000-ഓളം പേരാണ് 1 മണിക്കൂറിൽ 18-ാം പടി ചവിട്ടി ദർശനം സാധ്യമായത്. രാവിലെ ഇന്നലെ തന്നെ ഏറ്റവും കുറവ് ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ ഏറ്റവും കുറവ് സംഖ്യ ഉണ്ടായത് ഇന്നലെയാണ്. 62,000 പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. അതിൻ്റെ മുമ്പത്തെ ദിവസം, അതായത് മിനിഞ്ഞാന്ന് 76,000-ഓളം 76,151 പേരാണ് മിനിഞ്ഞാന്ന് ദർശനത്തിനെത്തിയത്. ഇന്നലെ അത് 62,009 ആയിരുന്നു. 1,700 പേരാണ് പുല്ലുമേട് വഴി എത്തിയത്. അപ്പോൾ ഏറ്റവും സുഗമമായ ദർശനം സാധ്യമായ ദിവസമാണ് ഇന്നലെ എന്ന് പറയാം. അത് ഇന്നലെ നമ്മൾ തീർത്ഥാടകരെല്ലാം തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നും വലിയ തിരക്കില്ല, സുഗമമായ രീതിയിൽ തിക്കും തിരക്കുമില്ലാതെ സുഗമമായ രീതിയിൽ എത്താവുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഉള്ളത്. തീർത്ഥാടകർ ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ശരണവഴികളിൽ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് സംഭവിക്കുന്ന വേണ്ട വെള്ളം, അതുപോലെ ലഘുഭക്ഷണം എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. മഴ ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായിരുന്ന മഴ ഇന്നലെ മാറിയിരുന്നു. ഇന്നും നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ സാധിക്കുന്നു എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അതോടൊപ്പം ഇന്നലെ ഒരു 2 മോഷ്ടാക്കളെ സന്നിധാനത്തിൻ്റെ പരിസരത്ത് നിന്ന് പിടികൂടി. തമിഴ്നാട്ടുകാരായ സേലം സ്വദേശികളായ ആളുകളാണ് എത്തിയത്. അവർ നടപ്പന്തലിന് മുകളിൽ വച്ച് ഒരു തീർത്ഥാടകൻ്റെ പേഴ്സ് മോഷ്ടിച്ചതിനെ തുടർന്നാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ പിടികൂടിയത്. മോഷ്ടാക്കൾക്ക് പമ്പയിലും പരിസരങ്ങളിലും അത്ര മോഷ്ടാക്കളുടെ ശല്യമുണ്ടെന്ന് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഓരോ മോഷ്ടാക്കളുടെയും ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇവരെ സൂക്ഷിക്കുക എന്ന് വെച്ചുകൊണ്ടാണ് തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതേസമയം പോലീസിൻ്റെ പട്രോളിംഗ് വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടാകുന്നില്ല. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ മറ്റ് NDRF അടക്കമുള്ള ആളുകളും തയ്യാറാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനം സന്നിധാനത്ത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാനാകും. 5ാമത്തെ വർഷവും മല ചവിട്ടി ശാസ്താവിനെ തൊഴുത നിർവൃതിയിൽ തെലുങ്ക് നടൻ വരുൺ സന്തീഷ്. പുലർച്ചെ 3-ന് നട തുറന്ന സമയത്താണ് താരം ദർശനം നടത്തിയത്. ഹൈദരാബാദിൽ നിന്നും ഇരുമുടിയേന്തി വന്ന നടൻ നെയ്യഭിഷേകവും മറ്റ് വഴിപാടുകളും നടത്തിയ ശേഷം 4-ഓടുകൂടി മലയിറങ്ങി. 5 പേർക്കൊപ്പമാണ് അദ്ദേഹം സന്നിധാനത്തെത്തിയത്.